ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് ചെയ്ത വീഡിയോ ഗോൾഡിൻ്റെയും യൂറോയുടെയും പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അതായത് മൺഡേ ടു ഫ്രൈഡേ വരെ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് ആ ദിവസം മാർക്കറ്റിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ട്രാറ്റജിയും നോളജും വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീ മാർക്കറ്റായിട്ട് അനാലിസിസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് ആ ഒരു വീഡിയോനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ കാണുന്ന പെയറിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ പെയറിൻ്റെ അനാലിസിസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ക്രിപ്റ്റോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന പെയറിലൊക്കെയാണ് ട്രേഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോൻ്റെ ക്രിപ്റ്റോയിലുള്ള ഇപ്പോൾ BTC, എതേറിയം, സൊളാന, നിങ്ങൾക്ക് ഏത് പെയറിലാണോ നിങ്ങൾക്ക് അതിൻ്റെ അനാലിസിസ് വേണ്ട ഡെയിലി, അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഫോറക്സിൽ ഇത്രയും പേഴ്സാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പേര് താഴെ കമൻറ്റ് ചെയ്യാം. ഗോൾഡും യൂറോ ആണ് മെയിനായിട്ട് ട്രേഡ് ചെയ്യുക. സോ അത് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന പേര് ഏതാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് റെക്കമെൻഡേഷനായിട്ട് പോകുന്നതായിരിക്കും, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഡെയിലി ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ത് ഡയറക്ഷനായിരിക്കും എന്ന് മാർക്കറ്റ് പോകുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും. കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നല്ല, ചെറിയൊരു ഡയറക്ഷൻ ഐഡിയ കിട്ടും അവർക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള. ഓക്കെ, സോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ. അതായത് ഫ്രൈഡേ നമ്മൾ എന്തൊക്കെയാണ് മാർക്കറ്റ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ച്, എന്തൊക്കെ ഓപ്പോസിറ്റായി ഞാൻ എൻട്രി എടുത്തോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, പിന്നെ മറ്റൊരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നതാണ്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ട്രേഡർ ഒന്നല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തിട്ട് ഒരു ട്രേഡിൽ എൻ്റർ ആവരുത്. ഞാനതിൽ മെയിനായിട്ട് പറയുന്നത് ബേസിക്കായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള സപ്ലൈ, ഡിമാൻഡും ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ നോക്കി സെറ്റാക്കിയതിന് ശേഷം നിങ്ങളെ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ, ഞാനതിൽ മാർക്ക് ചെയ്യുന്ന സപ്ലൈ ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് വരുമ്പം നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് ആ റൂൾ മാത്രം ഫോളോ ചെയ്തിട്ട് ട്രേഡിൽ എൻ്റർ ആവുക, റിസ്ക് മാനേജ് ചെയ്യുക, SL ഒക്കെ വെക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാണ് യൂറോയുടെ ചാർട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ എന്തൊക്കെയാണോ മാർക്കറ്റ് പറഞ്ഞ് അതെന്തൊക്കെ സംഭവിച്ച് നോക്കാം. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഏഷ്യൻ സെക്ഷൻ ആയിരുന്നു റൺ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട് സെഷൻസിൻ്റെ. സോ അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏഷ്യ റൺ ആവുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ബൈയിനാണ് എക്സ്പെക്റ്റ് ചെയ്തത്. മീൻസ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഏഷ്യ ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഏഷ്യ ലോ മാർക്കറ്റ് എടുക്കാണ്ടാണ് മുകളിലേക്ക് പോയത്. ഓക്കെ, ലണ്ടൻ എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ എടുത്തില്ല. ഓക്കെ, ഇത് കാണാൻ പറ്റും, ഇവിടെ ലണ്ടൻ ഓപ്പൺ ആയത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ലണ്ടൻ ഓപ്പൺ ആയത്. ഓക്കെ, ഈ ഒരു ഏരിയ 2 മണി. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ലണ്ടനിൽ പ്രത്യേകിച്ച് വലിയ വോളിയൊന്നും മാർക്കറ്റിൽ ഇല്ലായിരുന്നു ഫ്രൈഡേ. ഓക്കെ, ഈ ഒരു കാണുന്ന ഏരിയയാണ് ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു വോളിയില്ല, വളരെ വോളിയം കുറവായിട്ടുള്ള ഒരു ഏരിയയാണ് 50 മിനിറ്റ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ ലണ്ടനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ലൈക്ക് ലിക്വിഡിറ്റി പോലെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ മാർക്കറ്റ് ന്യൂയോർക്ക് ആ ലിക്വിഡിറ്റി എടുക്കാണ്ടാണ് മുകളിലേക്ക് പോയത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഒരു എൻട്രി നോക്കിയില്ല. അതായത് ന്യൂയോർക്ക് ഓപ്പൺ ആയ സമയത്തും ലണ്ടനിലും ഏഷ്യയിലൊന്നും എൻട്രി കിട്ടിയില്ല. ഓക്കെ, പിന്നെ ന്യൂയോർക്ക് ഓപ്പൺ ആയ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബൈ നോക്കാമായിരുന്നു ഈ ഒരു ഏരിയയിൽ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ലണ്ടൻ്റെ ലോയും ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, താഴെ ഏഷ്യൻ്റെ ലോയും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നിട്ട് ഈ ലോ എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എൻ്റർ ആയില്ല മാർക്കറ്റിൽ. പക്ഷേ ന്യൂയോർക്ക് എന്താ സംഭവിച്ചാൽ ഡയറക്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, കാണാൻ പറ്റും ന്യൂയോർക്ക് AM ഏകദേശം 7 മണി. ഓക്കെ, മുകളിൽ നിന്ന് ഡയറക്റ്റ് മുകളിലേക്ക് പുഷ് ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് പോയി. പക്ഷേ ഞാൻ ഇതിൽ സെല്ല് നോക്കിയായിരുന്നു. സെല്ല് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഞാനത് കാണിച്ചു തരാം. സെഷൻസ് ഓഫാക്കി കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ഏരിയയിൽ ഒരു 1 മിനിറ്റിൻ്റെ ഒരു സപ്ലൈ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു സെല്ലിന് പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ 1 മിനിറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഏരിയ. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയാണ് ഞാൻ മാർക്ക് ചെയ്ത് തന്നത്. ഓക്കെ, 1 മിനിറ്റിലുള്ള ഈ ഒരു സപ്ലൈ വർക്കാവുമെന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ മാർക്കറ്റ് വന്ന സമയത്ത് വന്നത് ന്യൂയോർക്കിലാണ്, കാണാൻ പറ്റും ഈ ഒരു ഏരിയയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നു, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിരുന്നു. അതായത് മാർക്കറ്റ് വന്നു ടാപ്പ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തു. ഓക്കെ, സൈഡ് മുകളിൽ വന്ന് താഴേക്ക് പുഷ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് ഒരു ലോ വെച്ചതിന് ശേഷം മാർക്കറ്റ് മുകളിൽ പോയതിനു ശേഷം ഈ ഹൈ എടുത്തു. എന്നിട്ട് താഴേക്ക് തന്നെ പുഷ് ചെയ്തിട്ട് ഈ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, അതായത് ബോഡി ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാനിതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ആക്ട് ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ ഒരു എൻട്രി പോയി. അതായത് എൻട്രി പോയത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ എൻട്രി പോയി.
പക്ഷേ ഡയറക്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വിട്ടു, ഒറ്റയടിക്ക് തന്നെ SL ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം ഞാൻ പിന്നെയും ഒരു എൻട്രി ട്രൈ ചെയ്തു, കാരണം എവിടെന്നെങ്കിലും മാർക്കറ്റ് ഒന്ന് താഴേക്ക് പുഷാവുമെന്ന് എനിക്കറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത എൻട്രി നോക്കിയത് ടോപ്പിലാണ്. അപ്പോൾ ആ എൻട്രി നോക്കാൻ റീസൺ എന്ന് പറയുമ്പം മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, അതായത് എനിക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് മേ ബി ചെറിയൊരു മൊമെൻറ്റ് നമുക്ക് താഴേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നി, അങ്ങനെ ഒരു സെല്ല് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ 1 മിനിറ്റ് കാണിച്ചു തരാം. സോ 1 മിനിറ്റിൽ വന്നതിന് ശേഷം ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, ഇതാണ് ഹൈ. ഓക്കെ, സോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഹൈ ഏരിയ ഇതാണ്, ഈ ഒരു ലൈനാണ്. സോ ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് വിട്ടു, മുകളിലേക്ക് പോയി. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ലോ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഈ ലോ ആണ് ഡിമാൻഡ്. അപ്പോൾ ഈ ഡിമാൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, എന്നാൽ മാത്രമേ സെല്ല് നോക്കാൻ പറ്റുള്ളൂ, ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഈ ലോ ബ്രേക്ക് ആകാൻ വെയിറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ബിലോ. അതോടൊപ്പം മുകളിൽ നിങ്ങൾക്കൊരു സപ്ലൈ ഉണ്ട്, പക്ഷേ അത് ഓൾറെഡി മിറ്റിഗേറ്റ് ആയ സപ്ലൈ ആണ്, എന്നാലും അത് ടാപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതും കൂടെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ഡിമാൻഡ് ബ്രേക്ക് ആകാൻ വെയിറ്റ് ചെയ്ത്. ഓക്കെ, ഡിമാൻഡ് ബ്രേക്കായി, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയി. ഇവിടെ ഒരു സപ്ലൈ ഉണ്ടായിരുന്നു, ഞാൻ കാണാൻ ഈ മാർക്കറ്റ് സപ്ലൈ. ഓക്കെ, സോ ഈ സപ്ലൈയിൽ മാർക്കറ്റ് ടാപ്പ് ആയി കഴിഞ്ഞാൽ സെല്ലാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ ഒരു ഡയറക്റ്റ് എൻട്രി ഇട്ടു, സോറി ഡയറക്റ്റ് അല്ല, ലിമിറ്റ് ഓർഡർ ഇട്ടു. ഓക്കെ, ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് SL ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ഇതിൻ്റെ ടാർഗറ്റ് കുറച്ച് കൂടുതൽ വെച്ചു, ഒരു 1:8 അടുത്തൊക്കെ വെച്ചായിരുന്നു. 1:8 അടുത്ത് ഈ ലോ, ഈ ഒരു പറഞ്ഞ നമ്മൾ ലണ്ടൻ്റെ ലോ. ഓക്കെ, അപ്പോൾ അതുവരെ ടാർഗറ്റ് വെച്ചു. പക്ഷേ മാർക്കറ്റ് കുറച്ച് ഇവിടുന്ന് മൂവ് ആയപ്പോൾ 1:2 ഒക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ഈവൻ ആക്കി. ഓക്കെ, അതായത് എൻട്രി പ്രൈസ് SL കയറ്റി വെച്ചു. അപ്പം ഇനിയിപ്പോൾ ട്രേഡ് തിരിച്ച് കയറിപ്പോയാലും എനിക്ക് 0 ലോസ് 0 പ്രോഫിറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് അന്ന് തന്നെ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പേ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ബ്രേക്ക് ഈവൻ ഹിറ്റായി, അങ്ങനെ ആ ട്രേഡ് അവിടെ ക്ലോസ് ആയി. 0 പ്രോഫിറ്റ് 0 ലോസ്. പക്ഷേ ഫ്രൈഡേ ഒരു ലോസ് ഉണ്ടായിരുന്നു യൂറോയിൽ, അത് ന്യൂയോർക്കിൽ തന്നെ ഒരു ലോസ് ഉണ്ടായിരുന്നു $10. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ പറ്റിയെങ്കിൽ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് അവിടെ ലോസായി, അപ്പോൾ ആ സെറ്റപ്പ് അവിടെ ഫെയിൽഡായി. പിന്നെ ട്രേഡൊന്നും എടുത്തില്ല, കാരണം മാർക്കറ്റ് ക്ലോസ് ആകാൻ പോവാണ്, വേറെ ട്രേഡിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, ഇപ്പം നിലവിൽ യൂറോയിൽ ഒരു സെല്ല് റണ്ണിങ് ആണ്, പക്ഷേ ഇത് മിക്കവാറും ബ്രേക്ക് ഈവൻ ആവാനാണ് ചാൻസ്, കാരണം മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ലൈനൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഈ ട്രേഡ് എടുത്തത് ഒന്നാമത് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഒരു ചെറിയൊരു സപ്ലൈയിലാണ്, പക്ഷേ അത് ഓൾറെഡി മിറ്റിഗേറ്റ് ആയ സപ്ലൈ ആണ്. പക്ഷേ ഇവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഫോൾ ആയിരുന്നു. അതായത് ഇവിടുന്ന് ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഒന്ന് ഫാളായി താഴെ വരെ പോയത്, അതായത് റീസെൻറ്റ് ലോ വരെ ബ്രേക്ക് ചെയ്ത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും ഒരു സെൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ലണ്ടനല്ല, ഏഷ്യയിൽ. ഓക്കെ, ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റിൽ നോക്കിയ സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് അങ്ങനെ ഓവറായിട്ട് മുകളിലേക്ക് ഒരു പ്രഷർ കണ്ടില്ല, അതായത് മാർക്കറ്റിന് ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു ബൈയിങ് പ്രഷർ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് മേ ബി ഏഷ്യ സെല്ലായിട്ട് താഴേക്ക് വരാം. താഴെയെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ലോ ഉണ്ട്, പക്ഷേ ഈ ലോ മേ ബി ഒരു ഡിമാൻഡായിട്ട് വർക്കാവാൻ ചാൻസ് കാണുന്നുണ്ട്. അതായത് റീസെൻ്റ് ആയിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് പറയാം. ഓക്കെ, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് പറയാം. സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ല, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മൈനർ. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്കായി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഷ്യ ലോ എന്ന് പറയുന്ന നിലവിൽ ഇതാണ് ഏഷ്യ ലോ. ഓക്കെ, സോ ഇതാണ് ഏഷ്യ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏഷ്യ ലോ മാർക്കറ്റ് എടുക്കേണ്ടതാണ്, കാരണം കഴിഞ്ഞ ദിവസം ഫ്രൈഡേ മാർക്കറ്റ് ഏഷ്യ ലോ എടുത്തില്ല വെച്ചിട്ട് ഈ പ്രാവശ്യം എടുക്കില്ലെന്നില്ല, എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബൈ പോകുമെന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് 5 മിനിറ്റ് എടുത്താൽ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് വരും, ഇവിടെ ഡിമാൻഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ ഡിമാൻഡ് ഓൾറെഡി മിറ്റിഗേറ്റ് അല്ല. ഓക്കെ, മിറ്റിഗേറ്റ് അല്ലാത്ത ഡിമാൻഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലോ ഒരു ലിക്വിഡിറ്റി പോലെ എടുക്കാം. ഓക്കെ, സോ ലിക്വിഡിറ്റി പോലെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്താണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്, സെല്ല് ചെയ്തത്. അപ്പോൾ സെല്ല് കിട്ടിയത് എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് എന്തോണെന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ച് ഇവിടെ ഒരു റീസൺ ഇല്ല സെല്ല് ചെയ്യാൻ വേണ്ടി, കാരണം മാർക്കറ്റ് ഒന്നാമത് ഒരു പ്രോപ്പർ മൂവ് അല്ല, ഒരു അക്കമഡേഷൻ പോലെ ജസ്റ്റ് മുകളിലോട്ടും താഴോട്ട് മാത്രമേ പോകുന്നുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മുകളിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്, താഴേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് തോന്നിയപ്പം ഞാൻ സെല്ല് ചെയ്തു. പകരം ഒരു കൺഫർമേഷൻ നോക്കിയത് ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തു, സ്വീപ്പ് ചെയ്തു. അപ്പോൾ ആ സ്വീപ്പ് ചെയ്തതിലും മാർക്കറ്റ് മുകളിലെ ബോഡി ക്ലോസ് ആയില്ല. അപ്പം എനിക്ക് തോന്നി മാർക്കറ്റ് എന്നാലും താഴെ തന്നെയൊക്കെ പോവുക എന്ന് തോന്നി. ഇവിടുന്ന് ഡയറക്റ്റ് മാർക്കറ്റ് ഓർഡർ ഇട്ടു. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഓർഡർ ഇട്ടു. സോ അങ്ങനെ ഇപ്പം ബ്രേക്ക് ഇവൻ ആണ് ട്രേഡ്. സോ മിക്കവാറും അത് ബ്രേക്ക് ഇവൻ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് 0 ലോസ് 0 പ്രോഫിറ്റാണ്. ഇത് പ്രോഫിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു $30 എന്താ പ്രോഫിറ്റ് വരും, $30 അടുത്ത് പ്രോഫിറ്റ് വരും. പക്ഷേ ഇപ്പം സ്റ്റിൽ ബ്രേക്ക് ഇവൻ ആണുള്ളത്. ഓക്കെ, മുകളിലേക്ക് വരാൻ ചാൻസ് കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സാധനം ക്ലോസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഏഷ്യ ലോ ആണ്. അപ്പോൾ ഈ ഏഷ്യ ലോ മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. എടുത്തതിന് ശേഷം ഈ ഡിമാൻഡിൽ മേ ബി വർക്കായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ ചിലപ്പോൾ പുഷ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ് മുകളിലേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ബേസിക്കലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്, മുകളിൽ നിങ്ങൾക്ക് സപ്ലൈസ് ഉണ്ട്, അപ്പോൾ സപ്ലൈയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, ഒന്ന് ഞാൻ കഴിഞ്ഞ വീക്കിൽ തന്നെ ഫ്രൈഡേ തന്നെ ഒരു സപ്ലൈ പറഞ്ഞായിരുന്നു, ഈ ഒരു സപ്ലൈ. ഓക്കെ, ഒന്ന് ഇവിടെ ഒന്നുണ്ട്, പക്ഷേ ഇത് ഒരു പ്രോപ്പർ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സെല്ല് നോക്കാം. ഓക്കെ, കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രീമായിട്ട് വെക്കുന്ന ടാർഗറ്റ്, അതിപ്പോൾ ബൈ ഇവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഇവിടെ വരെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ ലിക്വിഡിറ്റി ആയിട്ടുള്ളൊരു ഹൈ ഉണ്ട്. സോ ഈ ഒരു ഹൈ മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മുകളിൽ 4 hour OB ഉണ്ട്. ഇപ്പോൾ 4 hour OBയിലേക്ക് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ സെല്ലാവാനാണ് ചാൻസ് കാണുന്നത്, പോവുകയാണെങ്കിൽ. ഓക്കെ, സോ ഇപ്പം ബൈ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബൈ പൊസിഷനാണ്. ഞാൻ ഈ 5 minute കാണിച്ച ഈ ഒരു ഡിമാൻഡ് ഒരു ബൈ ഏരിയ ആണ്, നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, പ്രോപ്പർ ലിക്വിഡിറ്റി ഉണ്ട്. സോ അടുത്ത ഒരു ബൈ ഏരിയ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നോക്കാം. പക്ഷേ ഇവിടെ റിസ്ക് ഉണ്ട്, കാരണം ഇവിടെ ഓൾറെഡി ലണ്ടൻ്റെ ലോ ഉണ്ട്, അതൊരു ഈക്വൽ ലോ ആണ്. പക്ഷേ ഇത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് ഓപ്പൺ ആയ ടൈമാണിത്. ഓക്കെ, സോ ന്യൂയോർക്ക് ഹിൽ സോൺ ആണ്. സോ ഇവിടെ മേ ബി മാർക്കറ്റ് വർക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഒന്നാമത് ന്യൂയോർക്കിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ബൈ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ ഡയറക്റ്റ് എൻട്രി പോകരുത്, അവിടെ മാർക്കറ്റ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് എൻട്രി ആവുക. ഓക്കെ, രണ്ടാമത്തെ എൻട്രി ഈ ഒരു ഡിമാൻഡാണ്. സോ ഈ ഡിമാൻഡിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. ഓക്കെ, ഈ 2 ഡിമാൻഡാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ എക്സ്ട്രീം ഡിമാൻഡ് താഴെ ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ഒരു ഹെവി കൺഫർമേഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ, ഒരു ഡബിൾ കൺഫർമേഷൻ ആയിരിക്കും ബെറ്റർ. കാരണം ഇവിടെ വരെ മാർക്കറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിനേക്കാളും നല്ല ഡിമാൻഡ് താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിമാൻഡ് ആയിരിക്കും കൂടുതൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡിമാൻഡ് വരെ വരികയാണെങ്കിൽ ഒന്നാമത് ഈ ഒരു ഡിമാൻഡ് ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഡബിൾ കൺഫർമേഷൻ നോക്കുക, എന്നിട്ട് എൻ്റർ ആവുക. അപ്പോഴത്തെ നമ്മൾ അടുത്ത വീഡിയോ നാളെ ഇടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ മൂവ് നോക്കിയിട്ട് നാളെ വീണ്ടും വീഡിയോ ഇടും. നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പറയാം എങ്ങനെയായിരിക്കും അവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ഒന്ന് ഈ ഡിമാൻഡ്, താഴെ ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഓക്കെ, ഇത് ലിക്വിഡിറ്റിയാണ്, ഏഷ്യ ലോ ആണ്, ഇത് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ബൈ നോക്കുന്ന റിസ്ക്കാണ്, അത് നോക്കാതിരിക്കുക. താഴെ വരെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് വരികയെങ്കിൽ മാത്രം ബൈ അടിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ട്രേഡ്. ഓക്കെ, സോ എല്ലാ സ്ഥലത്തും ട്രേഡ് ചെയ്യുന്നതാണ് പോസിബിൾ അല്ല, ഒരുപാട് SL കിട്ടും. ഓക്കെ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് യൂറോയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇന്നത്തെ മൂവ് നോക്കിയിട്ട് നമ്മൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൽ നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ ഒരു ട്രേഡും കിട്ടിയില്ല, ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞിരുന്ന മാർക്കറ്റ് ബൈ ആയി പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടുന്നാണ് ഞാൻ മാർക്ക് ചെയ്തത്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ലാസ്റ്റ് എല്ലാ വീഡിയോയും കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരിക. അതായത് കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്ത ഡിമാൻഡും സപ്ലൈയും ലിക്വിഡിറ്റിയാണ് ഈ വീഡിയോയിൽ കാണിക്കുക, അവിടെ എങ്ങനെയൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്ക് നടന്ന ഏരിയ നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞായിരുന്നു, ഒന്നാമത് മാർക്കറ്റിലുള്ളത് ഈ ഒരു ഏഷ്യ സെക്ഷനിലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്ത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ നടന്ന വീഡിയോ ചെയ്ത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു മേ ബി മാർക്കറ്റ് എന്താ പറയുക, ഏഷ്യ ലോ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മുകളിലേക്ക് തന്നെ പുഷ് ചെയ്യാം. ഓക്കെ, പുഷ് ചെയ്തതിനു ശേഷം ഈ ലിക്വിഡിറ്റി എടുത്ത് സെല്ലാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ലിക്വിഡിറ്റി പോയിൻറ്റ്, ഈ ലിക്വിഡിറ്റി ഹൈ. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റി ഹൈ, ഇതൊരു ലിക്വിഡിറ്റി ഹൈ ആണ്. ഇത് മാർക്കറ്റ് എന്തായാലും എടുക്കും. ഓക്കെ, എടുത്തിട്ട് ഇവിടുന്ന് ഒരു സെല്ല് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, കാരണം അവിടെ ഒരു 4 hour ഹൈ ഉണ്ടായിരുന്നു, 4 hour ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് അവിടെ ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ബോഡി ക്ലോസ് ആവാതെ വിക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഒരു സെല്ല് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. സോ പക്ഷേ ഇവിടെ നമുക്ക് സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നില്ല, അതിന് മുന്നേ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ ഫെയിലായി. ഓക്കെ, സോ ഈ ഒരു സെൽ സോൺ ഫെയിലായി. അപ്പോൾ നമുക്ക് ഇനി ബൈ ഞാൻ പറഞ്ഞിരുന്നത്, അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ സെല്ല് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സെല്ല് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ വരുന്നത് ഈ ഡിമാൻഡിലേക്കായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഈ ഡിമാൻഡൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്താണ്. അപ്പം ഈ ഒരു ഡിമാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബൈ ആയി മുകളിലേക്ക് തന്നെ പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ഞാൻ മാർക്ക് ചെയ്ത് തന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തില്ല. ഓക്കെ, പകരം മാർക്കറ്റ് നേരെ താഴേക്ക് വന്നു. ഇതൊരു ഹൈ പ്രോബിലിറ്റി സെറ്റപ്പാണ്, കാരണം ലിക്വിഡിറ്റി എടുക്കാത്ത സ്ഥിതിക്ക് മാർക്കറ്റ് എന്തായാലും ലിക്വിഡിറ്റി എടുക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഡിമാൻഡിലേക്ക് വന്നത്, ബൈ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതേപോലെ മാർക്കറ്റ് ഡിമാൻഡിലേക്ക് വന്നതിന് ശേഷം ഞാൻ എൻട്രി നോക്കിയില്ല. ഓക്കെ, സോ ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്ന സമയത്ത് അവിടെ എൻട്രി. പക്ഷേ ഇപ്പോൾ എൻട്രി സെറ്റപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഡിമാൻഡിലേക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ എൻട്രി കിട്ടിയാൽ തന്നെ നമ്മൾ ടാർഗറ്റ് എന്തായാലും ഈ ലിക്വിഡിറ്റിന് ഹൈന് നമുക്ക് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഇതൊരു സേഫ് ടാർഗറ്റാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകും, കാരണം ഒന്നാമത് നമ്മളിവിടെ ചെക്ക് ചെയ്യണം എങ്ങനെയാണ് ബോഡിയാണോ ക്ലോസ് ആവുന്നത്, അല്ലെങ്കിൽ വിക്കാണോ ഒക്കെ ചെക്ക് ചെയ്യണം, അത് മാർക്കറ്റിൻ്റെ വോളിയം ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ എൻട്രി നോക്കിയില്ല, പക്ഷേ
നിങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എൻട്രി എന്ന് പറയുമ്പോൾ വേണം 1 മിനിറ്റ് കാണിക്കാം, അത് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളെപ്പോഴും കൺഫർമേഷൻ നോക്കേണ്ട 1 മിനിറ്റും 3 മിനിറ്റുമാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന ഡിമാൻഡിലും സപ്ലൈയിലും കൺഫർമേഷൻ 1 മിനിറ്റും 3 മിനിറ്റും നോക്കുക. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്നു, ഫസ്റ്റ് വന്നു, പക്ഷേ മിറ്റിഗേറ്റ് ആയില്ല, തിരിച്ച് മുകളിലേക്ക് പോയി, പിന്നെ താഴേക്ക് വന്നു, എന്നിട്ട് മിറ്റിഗേറ്റ് ആയി. ഓക്കെ, സോ മിറ്റിഗേറ്റ് ആയി എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് പിന്നെ ചെറിയ ഡിമാൻഡൊക്കെ കാണാൻ പറ്റുമോ? ഈ ഒരു ഏരിയയിൽ ചെറിയ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ അത് വർക്കായില്ല, ഇതും വർക്കായില്ല. ഓക്കെ, ഇവിടെ ചെറിയ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് മിറ്റിഗേറ്റ് ആയില്ല. അത് നിങ്ങൾ നോക്കിയിരിക്കുക. അതായത് 1 മിനിറ്റ് ഡിമാൻഡ് തന്നെ മിറ്റിഗേറ്റ് ആണെന്ന് പറഞ്ഞിരുന്ന് ഞാൻ അവിടെ ഇരിക്കാനുണ്ടാവുള്ളൂ. മാർക്കറ്റ് അതൊന്നും ചിലപ്പോൾ എടുക്കില്ല. ഓക്കെ, ചില സമയത്തൊക്കെ എടുക്കുള്ളൂ, ചില സമയത്ത് എടുക്കില്ല. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, കാരണം ഇനിയും മാർക്കറ്റ് താഴേക്ക് വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഇവിടെ ലോ വെച്ചതിന് ശേഷം റീസെൻ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് റീസെൻ്റ് ഹൈ എന്ന് പറയുന്നത്. ഇതൊന്നും 100% പ്രോബിലിറ്റിയുടെ സെറ്റപ്പ് അല്ല, ഒരു സെറ്റപ്പ് 100% വർക്കാവില്ല. ഓക്കെ, ഇത് നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇതിപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്തു, അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ബ്രേക്ക് ചെയ്ത് 1 മിനിറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് താഴെ എൻട്രി കിട്ടണം. ഓക്കെ, അപ്പോൾ എൻട്രി കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 1 മിനിറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. സോ ഈ ഡിമാൻഡിലുള്ള മാർക്കറ്റ് ഇപ്പോൾ റിയാക്ട് ചെയ്ത്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ 1 മിനിറ്റിൽ എൻട്രി നോക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് എൻട്രി നിങ്ങൾ എടുത്തിട്ട് ഒരു എൻട്രി സെറ്റ് ചെയ്തു, SL കുറച്ച് താഴേക്ക് വെച്ചു. ഓക്കെ, ഇതിന് മൂട്ടിൽ തന്നെ കൊണ്ടുവെക്കണം എന്നൊന്നുമില്ല, കാരണം ചെറിയ സ്പ്രെഡിൻ്റെ വാല്യൂയിൽ SL അടിച്ചിട്ട് പോകും. അതുകൊണ്ട് കുറച്ച് താഴോട്ട് ഇറക്കി വെക്കുക, ഒരു കുറച്ച് പോയിൻ്റ് ഇറക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 1:6 അടുത്തൊക്കെ ടാർഗറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ആ സമയത്ത് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പം മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോയി. എന്നാൽ കൂടെ നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പം ഇവിടുത്തെ റീസെൻ്റ് ഹൈ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, റീസെൻ്റ് ഹൈ മാർക്കറ്റ് പിന്നെ എടുത്തു. ഓക്കെ, റീസെൻ്റ് ഹൈ എടുത്തു. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഹൈ എടുക്കാൻ റീസണായ ഡിമാൻഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ ഡിമാൻഡ് ഉണ്ട്, താഴെ നമുക്ക് നോക്കി ഇവിടെ ചെറിയ ഡിമാൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിമാൻഡിലുള്ള മാർക്കറ്റ് ഇപ്പോൾ വർക്ക് ചെയ്ത്, പക്ഷേ ഫുള്ളായിട്ട് വർക്ക് ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് പിക്കൊക്കെ വിട്ടിട്ടാണ് കയറി പോയത്. ഓക്കെ, സോ ഇവിടെ പിന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രക്ചർ പിന്നെയും ഹൈ മാർക്ക് ചെയ്തു, ഇവിടെ നമ്മൾ പിന്നെയും ഹൈ വന്നു. അതിനുശേഷം ഇപ്പോൾ ഡിമാൻഡ് ഫൈൻഡ് ചെയ്യണം. ഈ ഡിമാൻഡൊക്കെ ഓൾറെഡി മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതാണ്, അതായത് ഫുള്ളി മിറ്റിഗേറ്റ് അല്ലെങ്കിലും എന്തായാലും ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇനി അടുത്ത ഡിസ്കൗണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഹൈൻ്റെ ഉള്ളിൽ വരുന്ന അടുത്ത ഡിസ്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താലും, ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ ഹൈ ഡ്രോപ്പ് ചെയ്താലും നമുക്ക് വരുന്ന ഡിസ്കൗണ്ട് ഏരിയ പറഞ്ഞാൽ ഈ റെഡ് ലൈൻ്റെ താഴെ വരിക. ഓക്കെ, പക്ഷേ അങ്ങനെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല, പകരം നിങ്ങൾക്ക് വേറെ രീതിക്ക് ഡ്രോപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇതിനുള്ളിലാണ് ട്രേഡ് ആവുന്നത്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഓൾറെഡി വന്നു, ഇവിടുത്തെ ഡിസ്കൗണ്ടിൽ വന്നു. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഇനി ഈ ഒരു ലോ വെച്ചിട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫിബ് ഇടാം. ഓക്കെ, അങ്ങനെ ഫിബ് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും 50% ഉള്ളിലാണ് വന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ടൊരു ഡിമാൻഡ് ഒന്നുമില്ല, നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ സെറ്റപ്പിൽ എടുക്കാം. അപ്പോൾ എൻട്രി കിട്ടും. അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രീസ് നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്താൽ മൾട്ടിപ്പിൾ എൻട്രി കിട്ടും. സോ അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഇവിടെ ബ്രേക്കായി, ഒരു ചെറിയ ബ്രേക്ക് വന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു പ്രോപ്പർ ഡിമാൻഡ് ഉണ്ട്, ഇത് ഫുള്ളായിട്ട് എടുക്കാം. ഫുള്ളായിട്ട് എടുത്ത ഡിമാൻഡാണ്, അത് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രക്ചർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എൻട്രീസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈഡേ മാർക്ക് ചെയ്ത ഡിമാൻഡ്. ഇത് വർക്കായി മാർക്കറ്റ് മുകളിലേക്ക് പോയി. നിങ്ങൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. എനിക്ക് എൻട്രി കിട്ടിയില്ല, ഞാൻ കണ്ടില്ലായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഞാൻ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴാണ് കണ്ട്, ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് കണ്ട്, ഇവിടെയാണെന്ന് തോന്നുന്നു, ഈ ഒരു ഏരിയ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് എൻട്രിക്ക് ഇവിടെ പോസിബിലിറ്റീസ് ഇല്ല, കാരണം പിന്നെ ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, പക്ഷേ ഇത് മാർക്കറ്റ് ഒരു റിയാക്ഷനും തന്നിട്ടില്ല, കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ ഡയറക്റ്റ് ടാപ്പ് ചെയ്തു താഴേക്ക് വന്നു. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല, അതായത് ഈ ലോ ബ്രേക്ക് ചെയ്യണം സെല്ല് നോക്കണമെങ്കിൽ തന്നെ. ഓക്കെ, സോ ബ്രേക്ക് ചെയ്തില്ല, മാർക്കറ്റ് നേരെ മുകളിലേക്ക് തന്നെ പോയി, ഹൈ ബ്രേക്ക് ചെയ്ത് വിട്ടു. ഓക്കെ, സോ പിന്നെ മുകളിലേക്ക് പോയി. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു 30 മിനിറ്റ് എടുക്കാം. 30 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു സപ്ലൈയിൽ നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നിന്നാണ് ഇപ്പോൾ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എവിടെ ബൈ നോക്കാം സെല്ല് നോക്കാം എന്ന് പറയാം. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് നിൽക്കുന്നത് സപ്ലൈയിലാണ്. സോ ഇവിടുന്ന് ചെറിയൊരു സെല്ല് മൊമെൻറ്റം വന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലാവാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പറഞ്ഞ ഡിമാൻഡ് താഴെ ഒരു ഡിമാൻഡ് ആഴ്ചകളായിട്ട് നമ്മൾ പറയുന്നൊരു ഡിമാൻഡാണ്. അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ടാപ്പായി. നിങ്ങളിപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി എടുത്താലും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇപ്പോൾ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടുന്ന് ഇപ്പോൾ മാർക്കറ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇതൊരു ഒരു കൗണ്ടർ ട്രെൻഡ് പോലെയാണ്. അതായത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു സപ്ലൈയിലും ഡിമാൻഡിലും വർക്കായിട്ടല്ല പോകുന്നത്. ചെറിയ ഡിമാൻഡ്സ്, അതായത് പ്രോപ്പറായിട്ട് ഡിസ്കൗണ്ട് എടുക്കാണ്ട് പ്രീമിയത്തിലുള്ള ഡിമാൻഡൊക്കെ തന്നെ വർക്കായിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം മേ ബി വീണ്ടും ഫാൾ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, പക്ഷേ എവിടം വരെ ഫാൾ ആവും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഓക്കെ, 50 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ സെഷൻസ് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ഇതൊരു ഏഷ്യ ഹൈ ആണ്.
അപ്പം ഇപ്പം നിങ്ങൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ഹൈ ഒന്നും മാർക്കറ്റ് അങ്ങനെ എടുക്കാറില്ല. പകരം ഏഷ്യ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ ഡിമാൻഡിൻ്റെ മാർക്കറ്റ് അധികം വർക്കായിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് കാണാമല്ലോ നമുക്കിപ്പോൾ. ഞാൻ അങ്ങനെയാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. കഴിഞ്ഞ ഡേയ്സിലൊക്കെ മാർക്കറ്റ് അധികവും എന്താ പറയുക, ഏഷ്യൻ ഹൈ ലോയും ബ്രേക്ക് ചെയ്യാമെന്നല്ല, പക്ഷേ എന്താണ് ഏഷ്യ ക്രിയേറ്റ് ചെയ്തത് അതന്നെ മാർക്കറ്റ് ലണ്ടൻ കണ്ടിന്യൂ ആയിട്ട് പോകാനാണ് ചാൻസ്. ചിലപ്പോൾ ന്യൂയോർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം കംപ്ലീറ്റും ഒരു ലിക്വിഡിറ്റി മൂവ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് സപ്ലൈയോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ കംപ്ലീറ്റ് ബ്ലൈൻഡാണ്, ഒന്നും കാണുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എൻട്രി എടുത്ത SL കിട്ടാനായിരിക്കും കൂടുതൽ ചാൻസ്. കാരണം മാനിപ്പുലേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഏഷ്യ ഹൈ ആണ് മുകളിൽ കാണുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ല. ഓക്കെ, ചിലപ്പം ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ലോ ഉണ്ട് ഇവിടെ താഴെയായിട്ട്. ഇവിടെ ഏതെങ്കിലും ഡിമാൻഡിൽ മാർക്കറ്റ് വർക്കായേക്കാം. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അങ്ങനെ മാർക്കറ്റ് വർക്കായി മുകളിലേക്ക് തന്നെ ചിലപ്പം പോകാൻ ചാൻസ് കാണുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് വരും, വന്നതിന് ശേഷം ഇവിടെ വരെ വർക്കായിട്ട് മുകളിലേക്ക് തന്നെ പുഷ് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഈ രീതിക്ക് മുകളിലേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. സോ അങ്ങനെ പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പിന്നെയും ഒരു സപ്ലൈ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങാനും ഒരു സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. ഇവിടെ സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ താഴെ വരെ വെക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് താഴെ എക്സ്ട്രീം ബ്ലോക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. താഴെ കാണാൻ പറ്റും 50 മിനിറ്റിൽ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. സോ ഇവിടെ വരെ വെക്കാം. അതൊന്ന് പ്രോപ്പർ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടെയൊക്കെ മാർക്കറ്റ് വർക്കാവാം. ഓക്കെ, സോ ഇപ്പം ഗോൾഡിൻ്റെ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്ക ഡിമാൻഡും കുറേയൊക്കെ ഫെയിലായിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഏത് ഡിമാൻഡ് വർക്കാവും നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഡിമാൻഡൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അത് എല്ലാ ഡിമാൻഡും അല്ല, ഡിസ്കൗണ്ടിൽ വരുന്ന പ്രോപ്പർ ഡിമാൻഡ് നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷേ ഇതൊരു പ്രോപ്പർ ഡിമാൻഡാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ കുഴപ്പമില്ല, അവിടെ വർക്കാവാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ വേറെ ഡിമാൻഡ്സ് ഒന്നും ഇവിടെ ഇല്ല, മാർക്കറ്റിലില്ല. ഇതൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഈ മൂവൊക്കെ. സോ ഇത് മൊത്തം ഒരു ലിക്വിഡിറ്റി പോലെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇതൊക്കെ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ രണ്ട് സെല്ല് ഒന്ന് ഇവിടെ സെല്ലാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും മേ ബി സെല്ലാവും. ഈ ഏഷ്യ ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് മേ ബി സെല്ലാവാം. ഓക്കെ, സോ പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം താഴെ നിന്നെങ്ങാനും ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇരുന്ന ബൈ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ഹോൾഡ് ചെയ്യാം. അതായത് ഹോൾഡ് ചെയ്യാം മീൻസ് ഇപ്പം താഴെ വന്നു മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു സപ്ലൈ രണ്ടും ബ്രേക്ക് ആണെങ്കിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റിൻ്റെ ഹൈ വരെ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം ബൈ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രയൽ ചെയ്ത് പോകാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാം. ഒരു 1:2 എത്തുമ്പോൾ കുറച്ച് ബുക്ക് ചെയ്യുക, പിന്നെ ഹോൾഡ് ചെയ്യുക, പിന്നെ ബുക്ക് ചെയ്യുക, അങ്ങനെ പോകാം. ഓക്കെ, സോ അതും നല്ലൊരു ഓപ്ഷനാണ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പം മുകളിൽ സപ്ലൈസ് ഉണ്ട്, അതൊക്കെ വർക്കാവും. പക്ഷേ മാർക്കറ്റ് അത്ര ദൂരം വരിക അറിയില്ല. എന്തായാലും നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു മൂവ് അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് ഇല്ല. താഴെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഈ ഡിമാൻഡ് കാണാൻ പറ്റുന്നത് ഈ ഡിമാൻഡ് വർക്കാവേണ്ടതാണ്. ഈ ഡിമാൻഡ് ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് മീൻസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് തന്നെ പുഷ് ചെയ്ത് പെൻഡിങ് ഓർഡറൊക്കെ എടുത്തിട്ട് താഴേക്ക് തന്നെ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, താഴേക്ക് പോവുകയാണെങ്കിൽ മേ ബി എക്സ്ട്രീം ബ്ലോക്ക് വരെ വരാം. ഓക്കെ, ഈ എക്സ്ട്രീം ബ്ലോക്ക് വരെ വരാം. ഈ ഒരു ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊരു ഡിമാൻഡില്ല, ഈ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ ഡിമാൻഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വേറെ ഡിമാൻഡൊന്നുമില്ല. ഓക്കെ, ബാക്കി മൊത്തം ഫെയിൽ ആവും. ഈ ഒറ്റ ഡിമാൻഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡിമാൻഡും ഫെയിൽ ആവും. എന്നിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മൂവ് നോക്കുക പ്രോപ്പറായിട്ട്. ഏഷ്യ ഹൈ എടുത്തതിന് ശേഷം വല്ല 1 മിനിറ്റിലെങ്ങാനും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ സെല്ലടിക്കുക, ഈ ഡിമാൻഡോടെ സെല്ലടിക്കുക. ഈ ഡിമാൻഡ് ഫെയിൽ ആവുകയാണെങ്കിൽ ആ സെല്ല് ഹോൾഡ് ചെയ്തിട്ട് നേരെ താഴെ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡുകൾ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ സെറ്റപ്പ് കിട്ടുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടൊരു ബൈ ക്യാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ബൈ അടിച്ചിട്ട് സെല്ല് ക്ലോസ് ചെയ്ത് ബൈ ഹോൾഡ് ചെയ്തിട്ട് ഈ ടോപ്പിലെ ലിക്വിഡിറ്റി വരെ നിങ്ങൾക്ക് ബൈ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഈ രീതിക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് എങ്ങനെയൊക്കെ റിയാക്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ പറഞ്ഞാൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഡിമാൻഡ് ആപ്പ് ചെയ്തിരിക്കും മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഏത് സമയത്ത് നടക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, എൻ്റർ ആവുക. ഇത് ഏഷ്യ ലോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏഷ്യ ലോ എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ഏഷ്യ ലോ എടുത്തതിന് ശേഷം ഈ ഡിമാൻഡിൽ മാർക്കറ്റ് വർക്കാൻ ചാൻസ് കൂടുതലാണ്. ഇവിടുന്ന് വർക്കായി മുകളിലേക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അത് നോക്കുക എന്തായാലും. ഇനി അതല്ല മാർക്കറ്റ് ഏഷ്യ ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മേ ബി അവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 2 സപ്ലൈൻ്റെ നടുവിലാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും സപ്ലൈ വർക്കാവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സപ്ലൈ മാർക്കറ്റ് കൺട്രോൾ എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൺട്രോൾ എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് കട്ട് നോക്കിയിട്ട് ഡയറക്റ്റ് സെല്ലടിക്കാം ഈ ഡിമാൻഡ് വരെ.
അത് ഏഷ്യ ലോണ് മെയിൻ ടാർഗറ്റ്. ഡിമാൻഡ് ഒരാഴ്ച ചെയ്യുക, ഡിമാൻഡിലുള്ള റിയാക്ഷൻ നോക്കുക. ചിലപ്പോൾ ഡിമാൻഡ് ഒറ്റയ്ക്ക് ബ്രേക്ക് ആവും, ഗോൾഡാണ്, ചിലപ്പോൾ ഒറ്റയ്ക്ക് റിയാക്ഷൻ തരാണ്ട് ബ്രേക്ക് ആവും. അങ്ങനെയാണ് സേഫാണ്. നിങ്ങൾ വീണ്ടും സെല്ല് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല അവിടെ നിന്ന് ഒരു ബൈ നല്ല വോളിയം കിട്ടുന്നുണ്ട് ബൈക്കെങ്കിൽ ആദ്യം സെല്ല് ക്ലോസ് ചെയ്തിട്ട് ബൈയിലേക്ക് എൻ്റർ ആയിട്ട് ടോപ്പിലെ ഈ ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്. സോ ഇങ്ങനെ തന്നെ നടക്കുന്നില്ല, നമ്മൾ ഏകദേശം ഐഡിയ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക മാർക്കറ്റ്. സോ നിങ്ങൾക്കൊരു നല്ല മൂവ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ എൻ്റർ ആവുക, ട്രേഡിൽ എൻ്റർ ആവുക. വെറുതെ ഒരു ചെറിയ ഫേക്ക് മൂവ് കിട്ടുമ്പോഴത്തേക്ക് ചാടിക്കറി എൻ്റർ ആവാണ്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എൻ്റർ ആവുക. നിങ്ങൾ എവിടെ വെയിറ്റ് ചെയ്യുന്ന മാർക്കറ്റ് അവിടെ തന്നെ വരും. ഓക്കെ, വരാതെ ഒന്നും പോകില്ല. സോ മാർക്കറ്റ് ഞങ്ങളുടെ വരില്ല. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഏരിയ വന്ന് മാർക്കറ്റിൽ പുഷായി, താഴെ ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് ഇത്രയും വോളിയത്തിൽ പുഷായി താഴേക്ക് വരുമോ എന്നുള്ള മൈൻഡിൽ ചാടിക്കറി അവിടെ തന്നെ എൻ്റർ ആവും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. മാർക്കറ്റ് താഴേക്ക് വരും, വന്നതിന് ശേഷം മാത്രം ട്രേഡിൽ എൻ്റർ ആവുക, പ്രോപ്പർ SL ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മൂവ് നോക്കിയിട്ട് നാളെ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.